ഒരു കുഞ്ഞു കഥ പറയാം. ഒരു ഗ്രാമം. അവിടെ കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്ന 3 സുഹൃത്തുക്കൾ. ജീവിതം അവരിൽ 2 പേരെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാക്കി. മൂന്നാമൻ തൻ്റെ വീടിനു മുന്നിൽ ഒരു ചെറിയ കട നടത്തുന്നു. വൈകുന്നേരങ്ങളിൽ കടയുടെ മുന്നിൽ കണ്ടുമുട്ടുമ്പോൾ ഉദ്യോഗസ്ഥർ 2 പേരും വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കും. മൂന്നാമൻ ഒരു ചെറു ചിരിയോടെ കേട്ടിരിക്കും. അല്ലെങ്കിൽ തന്നെ ഇവൻ എന്താ പറയാനുള്ളത്, മറ്റ് 2 പേരും കളിയായി പറയാറുണ്ടായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് ഒന്നാമൻ്റെ അച്ഛന് അതികഠിനമായ നെഞ്ചുവേദന. അയാൾ പകച്ചു. ഒറ്റയ്ക്ക്, ഭയത്തോടെ, ആരെ വിളിക്കണമെന്നറിയാതെ, എന്തു ചെയ്യണമെന്നറിയാതെ. അവൻ ആദ്യം രണ്ടാമനെ ഓർത്തു. വിദ്യാസമ്പന്നനാണ്, അത്യാവശ്യം പിടിപാടുകളൊക്കെയുണ്ട്, വേണ്ടത് ചെയ്യും. അവൻ പല പ്രാവശ്യം വിളിച്ചു, മെസ്സേജ് അയച്ചു. അച്ഛന് നല്ല സുഖമില്ല, ഒന്ന് വരൂ പ്ലീസ്. മറുപടി വന്നു, തിരക്കാണ്, ഞാൻ തിരികെ വിളിക്കാം. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു, ശ്വാസം വിറച്ചു. പതർച്ചയോടെ അവൻ മൂന്നാമൻ്റെ കടയിലേക്ക് വിളിച്ചു. 2ാം റിങ്ങിൽ തന്നെ അവൻ ഫോൺ എടുത്തു. എന്താ പറ്റിയേ, എല്ലാം ഓക്കെ അല്ലേ? മറുതലയ്ക്കലെ വേദന പറയാതെ അവൻ അറിഞ്ഞു. ഞാൻ ദാ വരുന്നു. സഹായത്തിന് നിൽക്കുന്ന പയ്യനെ കടയേൽപ്പിച്ചു. പോകുന്ന വഴി ആംബുലൻസ് വിളിക്കാൻ അയാൾ മറന്നില്ല. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ആശുപത്രി മധ്യേ പതറിയ സുഹൃത്തിൻ്റെ കൈപിടിച്ച് അയാൾ പറഞ്ഞു, ഞാൻ ഇവിടെയുണ്ട്, ഒറ്റയ്ക്കല്ല നീ. മൂന്നാമൻ്റെ സമയോചിതമായ ഇടപെടൽ കാരണം ഒന്നാമൻ്റെ അച്ഛൻ രക്ഷപ്പെട്ടു. അതോടൊപ്പം ഒന്നാമൻ ഒരു വലിയ ജീവിത പാഠം പഠിച്ചു. നമുക്കായി സമയം കണ്ടെത്തുന്നവരെ ബഹുമാനിക്കുക. പക്ഷേ സമയമോ സ്വന്തം തിരക്കുകളോ നോക്കാതെ വരുന്നവരെ ഹൃദയത്തോടെ സ്നേഹിക്കുക. നമ്മുടെ ജീവിതത്തിൽ പലരും വന്നു പോകും. ചിലർ നമുക്കായി അവർക്ക് കൂടി സൗകര്യമുള്ള കുറച്ച് സമയം കണ്ടെത്തുന്നു. കാരണം ഒരാൾക്ക് തൻ്റെ സൗകര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് സമയം നൽകാൻ കഴിയുമ്പോൾ അത് സാധാരണമാണ്. പക്ഷേ ഒരാൾ താൻ എത്ര തിരക്കിലായിരുന്നാലും മറ്റൊരാളിൻ്റെ വേദന മനസ്സിലാക്കുകയാണെങ്കിൽ, സഹായം ആവശ്യപ്പെടുന്നതിന് മുന്നേ സഹായം നൽകുകയാണെങ്കിൽ, അതാണ് കരുതൽ. അവരെ നാം നമ്മുടെ ഹൃദയത്തോട് ചേർക്കുക. കാരണം നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ പ്രതീകമാണവർ.